മലയാള സിനിമാ കലാകാരന്മാരുടെ സംഘടനയായ അമ്മയിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനായി 74 അംഗങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇത് ഇത്തവണ കടുത്ത മത്സരത്തിന് സൂചന നൽകുന്നു. ഒരു സ്ത്രീ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ജൂലൈ 31 മാത്രമേ പാനലുകളുടെയും സഖ്യങ്ങളുടെയും അന്തിമ ചിത്രം പുറത്തുവരൂ. ഓഗസ്റ്റ് 15 കൊച്ചിയിൽ വച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. അമ്മ തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഇതാദ്യമായാണ്. ജഗദീഷ്, ശ്വേത മേനോൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. ജഗദീഷും ദേവനും അവരിൽ ഏറ്റവും മുതിർന്നവരാണ്. തലമുറ മാറ്റത്തിനും യുവ നേതൃത്വത്തിന്റെ ഉദയത്തിനും മുതിർന്ന അംഗങ്ങൾ ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടും പ്രമുഖ യുവതാരങ്ങളൊന്നും മുന്നോട്ട് വന്നില്ല. വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാത്തതിനാൽ അദ്ദേഹം ഉന്നത സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോയ് മാത്യു സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളപ്പെട്ടു. ജഗദീഷിന് അനുകൂലമായി പിന്മാറുന്നതായി അദ്ദേഹം മനഃപൂർവ്വം നിർബന്ധിത പ്രഖ്യാപനം ഒപ്പിടാതെ വിട്ടതാണെന്നും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ ആരോപിച്ചു. എന്നിരുന്നാലും ജോയ് മാത്യു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല, രവീന്ദ്രൻ എന്നിവർ ഒന്നിലധികം സ്ഥാനങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കുന്നുമുണ്ട്. ആശ അരവിന്ദ്, ലക്ഷ്മിപ്രിയ, നവ്യ നായർ, കുക്കു പരമേശ്വരൻ, നാസർ ലത്തീഫ്, ഉണ്ണി ശിവപാൽ എന്നിവരും മത്സരത്തിനുണ്ടായിരുന്നതിനാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ശ്രദ്ധേയമായി. ട്രഷറർ സ്ഥാനത്തേക്ക് വിനു മോഹൻ, ടിനി ടോം, കുക്കു പരമേശ്വരൻ, സുരേഷ് കൃഷ്ണ, കൈലാഷ് എന്നിവർ തമ്മിലാണ് മത്സരം. ഈ വർഷം അമ്മ തിരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടക്കുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാണ്. സരയു, ആൻസിബ, വിനു മോഹൻ, ടിനി ടോം, അനന്യ, കൈലാഷ് എന്നിവർ വിവിധ പ്രധാന മത്സരിക്കുന്നവരിൽ ഉൾപ്പെടുന്നു.